ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधा कृष्णपादान् सगण ललिता विशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमस्ते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि शबानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घ्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्णाय भक्ताय तद्भक्ताय नमो। हरे कृष्ण हरि ओम तत्सत। സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ശരദാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മള് ചൈതന്യ ചരിതാമൃത ആദ്യ ലീല ഒന്നാമത്തെ അധ്യായം 53-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദ് അഹം യദേതച്ഛ യോ വശിഷ്യേത സൗമ്യഹം. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദ് അഹം യദേതച്ഛ യോ വശിഷ്യേത സൗമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹമേവാസമേവാഗ്രേ നാന്യത് യസ്സത് അസത്പരം പശ്ചാത്തഹം യത് ഏതാച്ഛ യോ വൈശിഷ്യേത സോ അസ്മ്യഹം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. हरे कृष्ण. अहमेवासमेवाग्रे नान्यद्यत् सदसत्परं पश्चादहं यदेतच्च यो अवशिष्यते सोऽस्म्यहम्. हरि ओम तत्सत्. Thank you, Prabhuji. Thank you, Ram Prabhu. हरे कृष्ण. Translation. Prior to cosmic creation, only I exist and no phenomena exist, either gross, subtle, or primordial. After creation only I exist in everything, and after annihilation only I remain eternally. ഈ ശ്ലോകം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഭാഗവതത്തിലെ ചതുശ്ലോകി ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകല്ലേ പ്രഭു? ഹരിബോൽ. ഹരേ കൃഷ്ണ. അതാണ് ചതുശ്ലോകി ഭാഗവതം. നേരത്തെ ആദ്യത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? പ്രയർ ടു കോസ്മിക് ക്രിയേഷൻ ഐ ഓൺലി എക്സിസ്റ്റ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് ആരായിരുന്നു? ഭഗവാൻ മാത്രം. അത് ആ സൃഷ്ടിയുടെ സമയത്തും ഭഗവാൻ, സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ, അതായത് ഈ ഭൗതിക ലോകത്തിന്റെ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ വന്നും പോയി കൊണ്ടിരിക്കുന്നു. ഭഗവാൻ മാത്രമാണ് എപ്പോഴും, അല്ലേ? നമ്മുടെ അതായത് സ്പിരിച്വൽ വേൾഡ് ഭഗവാൻ അത് എപ്പോഴും ഉണ്ടായിരിക്കും, എറ്റേണലാണ്. ഭൗതിക ലോകം മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ, പ്രത്യക്ഷമാകുന്നു അപ്രത്യക്ഷമാകുന്നു, അത് വന്നും പോയി കൊണ്ടിരിക്കുന്നു. ഭഗവാനാണ് ദ ഓൺലി അബ്സല്യൂട്ട് ട്രൂത്ത്.
ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബിഫോർ ക്രിയേഷൻ, ഡ്യൂറിങ് ക്രിയേഷൻ, ആഫ്റ്റർ ക്രിയേഷൻ, I only exist. Okay. So aham means I. Therefore, the speaker who is saying aham, I, must have his own personality. So ഇതെന്താണ് പ്രഭുപാദ ഇവിടെ എന്താണ് ക്ലാരിഫൈ ചെയ്യുന്നത്? അഹം എന്ന് പറഞ്ഞ ഐ, ദ പേഴ്സണാലിറ്റി, അതൊരു അബ്സ്ട്രാക്ട് ലൈറ്റ് അല്ല, ശക്തിയല്ല, ഇറ്റ്സ് എ പേഴ്സൺ. പ്രഭുപാദ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു വാക്ക്, അതായത് വാക്കെന്ന് പറയാൻ പറ്റില്ല, ഫ്രേസ് പോയിന്റ് ചെയ്തു. സുപ്രീം ആണ്, അത് നല്ല പേഴ്സണാലിറ്റിയാണ്. നോട്ട് ജസ്റ്റ് ശക്തി, നോട്ട് ജസ്റ്റ് ലൈറ്റ്, നോട്ട് ജസ്റ്റ് ജ്യോതി. പേഴ്സണാലിറ്റി ഈസ് എ പേഴ്സൺ. നമ്മളെല്ലാം പേഴ്സൺ ആണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തി എന്ന് പറയുന്നത്. ശക്തിയല്ല, വ്യക്തി, അതായത് വ്യക്തമായിട്ടുള്ളത്. നമുക്ക് ഒരു രൂപമുണ്ട്, അതേപോലെ ഭഗവാനും രൂപമുണ്ട്. അത് ട്രാൻസെൻഡന്റൽ ആണ്, ദിവ്യമാണ്. നമ്മളുടെ രൂപം എന്നുള്ളത് ഭൗതികമാണ്. ആ വ്യത്യാസമുള്ളൂ. അപ്പോ ഭഗവാന് രൂപം, നമുക്ക് രൂപമുണ്ട്, ഭഗവാൻ രൂപമില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോ അഹം എന്ന് പറഞ്ഞാൽ അത് ആരാണോ പറയുന്നത് ആ വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ആരാണ് പറയുന്നത്? ഭഗവാൻ സ്വയം, കൃഷ്ണ ഭഗവാൻ. സോ അഹം മീൻസ് ഐ. Therefore, the speaker who is saying aham, I, must have his own personality. അതാണ് പ്രഭുപാദ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുന്നത്. ആരാണെന്ന് പറയുന്നത്? അദ്ദേഹത്തിന് രൂപമുണ്ട്. ആ രൂപം നമ്മളുടെ ദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആധ്യാത്മിക തലത്തിലുള്ള രൂപമായിരിക്കും. നമ്മളുടെ ചക്ഷുകളെ കൊണ്ട് അത് കാണാൻ പറ്റില്ല. കാരണം അത് ദിവ്യമായിട്ടുള്ള രൂപമാണ്. അപ്പൊ നമുക്കൊരു ദിവ്യ ദൃഷ്ടി ഉണ്ടെങ്കിൽ എങ്ങനെ അർജുനന് ഭഗവാൻ ആ ദിവ്യ ദൃഷ്ടി കൊടുത്തു വിരാട് രൂപം കാണാൻ വേണ്ടിയിട്ട്? അതേപോലെ നമുക്കും ദിവ്യ ദൃഷ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളും പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തിനെ കാണാനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കും. ഇവിടെ എന്താണ് പ്രഭുപാദ പറയുക? മായാവാദ ഫിലോസഫി, ഓക്കെ, അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാൻ വ്യക്തിയല്ല, ശക്തി മാത്രമാണ് എന്നുള്ള ആ ഫിലോസഫി ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ദ മായാവാദി ഫിലോസഫേഴ്സ് interpret this word aham as referring to the impersonal Brahman. Okay. ഭഗവാന് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്: ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. അപ്പോൾ ആ ആദ്യത്തെ ആസ്പെക്ട് ആയിട്ടുള്ള ഇംപേഴ്സണൽ ബ്രഹ്മൻ, ഓക്കെ, ആ ബ്രഹ്മജ്യോതിയാണ് മായാവാദീസ് വിശ്വസിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തുള്ള ആ പരമാത്മ റിയലൈസേഷൻ, അതേപോലെ ഭഗവാൻ റിയലൈസേഷൻ അവർക്ക് കുറവാണ്. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ, എയിം എന്താണെന്ന് വെച്ചാൽ ഇംപേഴ്സണൽ ബ്രഹ്മൻ. So the Mayavadis are very proud of their grammatical knowledge, but any person who has actual knowledge of grammar can understand that aham means I, and that I refers to a personality. Okay, is a person. Therefore, the personality of Godhead, speaking to Brahma, uses aham while describing his own transcendental form. Bhagwan the Brahmavinodu പറയുന്നതാണ് അഹം. ഞാൻ മാത്രമായിരുന്നു ഈ ക്രിയേഷന് മുമ്പേ, സൃഷ്ടിക്ക് മുമ്പേ. സൃഷ്ടി സമയത്തും ഞാനാണ്, അതിനുശേഷം ഞാനാണ്. ഭൗതിക ലോകം വന്നും പോയിക്കൊണ്ടേയിരിക്കും. അത് എറ്റേൺ ആണെങ്കിലും കൂടി പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ സ്പിരിച്വൽ വേൾഡിന് അവിടെ ബിഗിനിങ്ങും ഇല്ല, എൻഡിങ്ങും ഇല്ല, അല്ലെ മിഡിലും ഇല്ല. ശാശ്വതമാണ്, എറ്റേണലാണ്. സോ അഹം ആസ് എ സ്പെസിഫിക് മീനിങ്, ഇറ്റ് ഈസ് നോട്ട് എ വേഗ് ടേം ദാറ്റ് ക്യാൻ ബി വിംസിക്കലി ഇന്റർപ്രറ്റഡ്. അഹം, when spoken by Krishna, refers to the supreme personality of Godhead and nothing else. അപ്പോൾ ഭഗവാൻ സ്വയം പറയുന്നതാണത് ബ്രഹ്മാവിനോട്. ഇതൊക്കെ ഭഗവത്ഗീതയിലെ ധൃതരാഷ്ട്രൻ പറയുന്ന ആ ശ്ലോകങ്ങളെല്ലാം ധൃതരാഷ്ട്ര ഉവാച്ച എന്ന് പറയുന്നു. അർജുനൻ പറയുന്നത് അർജുന ഉവാച്ച പറയുന്നു. സഞ്ജയൻ പറയുന്നത് സഞ്ജയ ഉവാച്ച പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് എന്താണ് പറയുന്നത്? കൃഷ്ണ ഉവാച്ച എന്നല്ല പറയുന്നത്, ഭഗവാൻ ശ്രീ ഭഗവാൻ ഉവാച്ച, അല്ലെ? അപ്പോ അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീകൃഷ്ണൻ, that personality is the supreme personality of Godhead, ഭഗവാൻ. ഭഗവാൻ എന്താണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? പരാശരമുനി ആർക്കാണോ 6 വൈഭവങ്ങൾ, 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളത് അദ്ദേഹമാണ് ഭഗവാൻ. ഓക്കെ, 100% 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ട് ആർക്കാണുള്ളത്? അത് അദ്ദേഹത്തിനെയാണ് ഭഗവാൻ പറയുന്നത്. ആർക്കാണത്? അത് ശ്രീകൃഷ്ണ സ്വയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. So before the creation and after its dissolution, only the supreme personality of Godhead and his associate exist.
Before the creation and after the, only the Supreme Personality of Godhead and His associates exist. There is no existence of the material elements. Okay. അതെല്ലാം ഈ മെറ്റീരിയൽ എലിമെന്റ്സ്, ഈ 24 എലിമെന്റ്സ് ആണ് ഈ ഭൗതിക ലോകത്തിലും പ്രധാനപ്പെട്ട. അതൊന്നും എക്സിസ്റ്റ്, അതെല്ലാം എന്താണ്, അതിന്റെ സീഡ് ഫോമിൽ എല്ലാം മഹാവിഷ്ണുവിന്റെ ദേഹത്തിലാണ് ഇതെല്ലാം. അത് വേണ്ടുന്ന സമയത്ത് അദ്ദേഹം ശ്വാസം വിടുന്ന സമയത്ത് അതെല്ലാം പ്രകടമാവുന്നു പ്രധാനത്തിന്റെ രൂപത്തിൽ. പ്രധാനം മീൻസ് സീഡ് ഫോം. പിന്നെയാണ് മഹത്തത്വം അതിനെ എജിറ്റേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ടൈം എലിമെന്റ്, പിന്നെ ഫോൾസ് ഈഗോ, പിന്നെ എല്ലാ പഞ്ചഭൂതങ്ങള്, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ്, ഇങ്ങനെ ക്രമേണ എല്ലാ എലിമെന്റ്സും വരുന്നു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറയുന്നു സെക്കൻഡറി ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് കൺഫേംഡ് ഇൻ ദ വേദിക് ലിറ്ററേച്ചർ. വാസുദേവോ വാ ഇദം അഗ്ര ആസിന്ന ബ്രഹ്മ ന ച ശങ്കര. The meaning of this mantra is that before creation, there was no existence of Brahma or Shiva, for only Vishnu existed. Even Shiva, Lord Shiva, is also an expansion of Supreme Personality of God and only. പക്ഷേ ഈ ക്രിയേഷന് മുമ്പ്, അതായത് ഭൗതിക ലോകത്തിന്റെ ക്രിയേഷന് മുമ്പ്, സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മാവുമില്ല, ശിവനുമില്ല. ഓൺലി വിഷ്ണു എക്സിസ്റ്റഡ്. എല്ലാ വിഷ്ണു തത്വങ്ങളുണ്ടായിരുന്നു, എല്ലാ ഭഗവാന്റെ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഭഗവാന്റെ ധാം ഉണ്ടായിരുന്നു, അതായത് വൈകുണ്ഠ ലോകങ്ങളുണ്ടായിരുന്നു. അത് എറ്റേണലാണ്. അതൊരിക്കലും അതിന് തുടക്കമില്ല, അവസാനമില്ല. എങ്ങനെ ആത്മാവിന് തുടക്കമില്ല, അവസാനമില്ല, അതേപോലെ സ്പിരിറ്റ് ആയിട്ടുള്ള എല്ലാറ്റിനും അതേപോലെ തന്നെ അതിന് തുടക്കമില്ല, അവസാനമില്ല. അല്ലേ? അതാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിലും പറയുന്നത്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദി ആദി ഗോവിന്ദ സർവകാരണം. അനാദിയാണ്, ഒറിജിനൽ, ആദിയാണ്, ബിഗിനിങ്ലെസ്, ഒറിജിനൽ എല്ലാം പറയുന്നുണ്ട്. പിന്നെ അവിടെ അതുകൊണ്ട് എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഒരു ബിഗിനിങ്ങും ഇല്ല, അതേപോലെ ഒരു മിഡിലും ഇല്ല, ഒരു എൻഡിങ്ങും ഇല്ല. എല്ലാ വിഷ്ണു. സോ വിഷ്ണു എക്സിസ്റ്റ് ഇൻ ഹിസ് അബോർഡ് ദ വൈകുണ്ഠാസ്. There are innumerable Vaikuntha planets in the spiritual sky, and on each of them Vishnu resides with his associates and his paraphernalia. It is also confirmed in the Bhagavad Gita that although the creation is periodically dissolved, there is another abode which is never dissolved. അതായത് ആധ്യാത്മിക ലോകം ഒരിക്കലും അത് അൺമാനിഫെസ്റ്റ് ആവുന്നില്ല, എപ്പോഴും ശാശ്വതമായിട്ടുണ്ട്. മറ്റേ ക്രിയേഷൻ, അതായത് ഭൗതിക ലോകം പീരിയോഡിക്കലി ഡിസോൾവ്, അല്ലെ? മയാധ്യക്ഷേന പ്രകൃതി സൂയത്തെ സചരാചരം ഏതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, വന്നും പോയി കൊണ്ടിരിക്കുന്നു ഈ ഭൗതിക ലോകം. പക്ഷേ ശാശ്വതമായിട്ടുള്ള ആ ലോകം, വൈകുണ്ഠ ലോകം, സ്പിരിച്വൽ വേൾഡ്, അത് എറ്റേണലി എക്സിസ്റ്റിംഗ്. അതാണ് ഇവിടെ പറയുന്നത്. So there is another mode which is never dissolved. The word creation refers to the material creation because in the spiritual world, everything exists eternally and there is no creation or dissolution. So the Lord indicates herein that before the material creation, he existed in fullness with all transcendental opulences, including all strength, all wealth, all beauty, all knowledge, all fame and renunciation. If one thinks of a king, he automatically thinks of his secretaries, ministers, military commanders, palaces, and so on. Since a king has such opulences, one can simply try to imagine the opulences of the Supreme Personality of Godhead. ഒരു ഉദാഹരണത്തിനായിട്ട് പ്രഭുപാദ പറയുന്ന ഒരു രാജാവുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തിനെയും ധനത്തിനെയും സൗന്ദര്യത്തിനെയും പാലസിനെയും മിലിറ്ററി കമാൻഡേഴ്സിനെയും സെക്രട്ടറീസിനെയും മിനിസ്റ്ററേയും. അതേപോലെ ഭഗവാന്റെ കാര്യം വരുമ്പോൾ, ഭഗവാന്റെ പേര് വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും, അതായത് സ്ട്രെങ്ത്, വെൽത്ത്, ബ്യൂട്ടി, നോളേജ്, ഫെയിം, റിനൗൺസിയേഷൻ, ഇതെല്ലാം നമുക്ക് ഭഗവാനോട് ചേർന്ന് അത് ഓർമ്മ വരണം. ആണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. Since a king has such opulences, one can simply try to imagine the opulence of Supreme Personality of Godhead. When the Lord says aham, therefore it is to be understood that he exists with full potency, including all opulences. The word yet refers to Brahman, the impersonal effulgence of the Lord. In the Brahma Samhita 5.40, it is said, Tad Brahma Nishkalam Anandam Ashesha Bhudam. The Brahman effulgence expands unlimitedly. Just as the sun is a localized planet with
the sunshine expanding unlimitedly from that source. So the absolute truth is the Supreme Personality of Godhead with its effulgence of energy, Brahman expanding unlimitedly. എങ്ങനെ സൂര്യ ഭഗവാൻ ഒരു പ്ലാനറ്റ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ എല്ലാ സൺഷൈൻ രശ്മികളെയും അതിൻ്റെ എഫൾസിന്റെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നു. അതേപോലെ ഭഗവാൻ തൻ്റെ ധാമില് തൻ്റെ സ്പിരിച്വൽ വേൾഡ് ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ശക്തി ഈ പ്രപഞ്ചം ഈ ക്രിയേഷൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അൺലിമിറ്റഡ്ലി ഫ്രം ദാറ്റ് ബ്രഹ്മൻ എനർജി ദ ക്രിയേഷൻ അപ്പിയേഴ്സ് just as cloud appears in sunshine. From the cloud comes rain, from the rain comes vegetation, and from the vegetation come fruits and flowers, which are the basis of subsistence for many other forms of life. Similarly, the effulgent bodily luster of the Supreme Lord is the cause of the creation of infinite universes. Bhagwanda Jodhilne, okay, effulgence bodily luster, unlimited, infinite universes are not present. The Brahman effulgence is impersonal, but the cause of that energy is the Supreme Personality of Godhead. Find a source under Brahma Jyoti, other independent Allah, dependent on the Supreme Lord. Bhagwan Saktimanana, Shaktiana effulgence. But the cause of that energy is the Supreme Personality of Godhead. From him, in his abode, the Vaikunthas, this Brahma Jyoti emanates. He is never impersonal. Since impersonalists cannot understand the source of Brahman energy, they mistakenly choose to think this impersonal Brahman the ultimate or absolute goal. അപ്പോൾ മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബ്രഹ്മജ്യോതി മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതിന്റെ സോഴ്സിനെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി ഇല്ല അവർക്ക്, അതായത് ഭഗവാൻ കൊടുത്തിട്ടില്ല, അത്രേ ഉള്ളൂ. അവരുടെ ഗോൾ പറഞ്ഞാൽ ബ്രഹ്മൻ എഫൾജൻസ്, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ ഭഗവാൻ ആ ബ്രഹ്മജ്യോതിയുടെ ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സ് ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. But as stated in Upanishads, one has to penetrate the impersonal effulgence to see the face of the Supreme Lord. ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മജ്യോതിയും നമ്മൾ പെനട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വൈകുണ്ഠത്തിലേക്കോ ഗോലോകത്തിലോ എത്തിയാൽ മാത്രമേ ഭഗവാനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റൂ. If one desires to reach the source of sunshine, he has to travel through the sunshine to reach the sun and then meet the predominating deity there. The absolute truth is the Supreme Person, Bhagavan, as Srimad Bhagavatam explains. Sat means effect, Asat means cause, and Param refers to the ultimate truth, which is transcendental to cause and effect. Sat, Asat. Okay, about effect and cause. The cause of the creation is called the Mahatattva. Mahatattva is creation, or the total material energy. And its effect is the creation itself. But neither cause nor effect existed in the beginning. They emanated from the Supreme Personality of God. Adana Sarva Karana. എല്ലാ കോസ് ആൻഡ് എഫക്റ്റും എവിടെ നിന്ന് വരുന്നു? അത് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല, അത് ഭഗവാനിൽ നിന്നാണ് എമിനേറ്റ് ചെയ്യുന്നത്. ബട്ട് നീദർ കോസ് നോർ എഫക്ട് എക്സിസ്റ്റഡ് ഇൻ ദ ബിഗിനിങ്. ദ എമിനേറ്റഡ് ഫ്രം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആസ് ഡിഡ് ദ എനർജി ഓഫ് ടൈം. അതേപോലെ കാലവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് കാലോസ്മ്യഹം, അല്ലെ, ഞാൻ സമയമാകുന്നു. ഈവൻ ദ ടൈം ഈസ് ഫാക്ടർ ദാറ്റ് കംസ് ഫ്രം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. That is stated in the Vedanta Sutra, Janmadhyasya Yataha. The source of birth of the cosmic manifestation or Mahatattva is the personality of God. Okay. This is confirmed throughout Srimad Bhagavatam and the Bhagavad Gita. In the Bhagavad Gita 10.8, the Lord says, Aham sarvasya prabha matha sarvam pravatyade iti matva bhajante mam buddha bhava samanvidha. Aham sarvasya, എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. Okay. അപ്പോൾ അഹം, വീണ്ടും അവിടെ അഹം ആരാണ് പറയുന്നത്? കൃഷ്ണൻ. അപ്പോൾ ഈസ് എ പേഴ്സൺ. അപ്പോൾ കൃഷ്ണനിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഐ ആം ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ എമിനേഷൻസ്. ഞാനാണ് എൻ്റെ മൂർത്തിമത് ഭാവം. എല്ലാം എന്തെല്ലാം ഇവിടെ കാണുന്നുണ്ടോ, നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്, അതെല്ലാം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഭഗവാൻ നിന്നാണ്. സോ ദ മെറ്റീരിയൽ കോസ്മോസ്
being temporary is sometimes manifest and sometimes unmanifest. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതേപോലെ അനൈലേഷൻ നടക്കുന്നു. So, but its energy emanates from the Supreme Absolute Lord. അതിന്റെ എനർജി, ശക്തി എവിടുന്നാണ് വരുന്നത്? ഭഗവാൻ. അഹം സർവസ്യ പ്രഭു, കൃഷ്ണൻ പറയുന്നു. So, before the creation, there was neither cause nor effect. But the Supreme Personality of Godhead existed with his full opulence and energy. അപ്പോൾ എല്ലാം ഭഗവാനിലുണ്ട്. അത് വേണ്ടുന്ന സമയത്ത് ആ ക്രിയേഷൻ നടക്കുന്നു, വേണ്ടുന്ന സമയത്ത് അതിനെ അനൈലൈറ്റും ചെയ്യുന്നു. എല്ലാം ഭഗവാൻ ഡയറക്ട്ലി അല്ലെങ്കിൽ ഭഗവാന്റെ എനർജീസ് ഇതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു, പ്രോഗ്രാം പോലെ അല്ലെ. ഒരു പ്രോഗ്രാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഓരോ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നു. അതേപോലെ ഭഗവാന്റെ ശക്തിയും അതിൻ്റെതായിട്ടുള്ള ആ സമയത്ത് അതിൻ്റെ ക്രിയേഷനും മെയിൻ്റനൻസും അനിലേഷനും എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമോടെ നടത്തി വരുന്നു ഭഗവാന്റെ ശക്തി. So the words Paschat Aham indicate that the Lord exists after the dissolution of the cosmic manifestation. When the material world is dissolved, the Lord still exists personally in the Vaikunthas. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അവസാനം, ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം മുഴുവനെ മഹാവിഷ്ണുവിലേക്ക് അമാൽഗമേഷൻ ചെയ്യുന്ന ശേഷം ആരാണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും മഹാവിഷ്ണു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, എക്സൈൽ ചെയ്യുമ്പോൾ വീണ്ടും ആ ഭൗതിക ലോകങ്ങളെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. So during the creation, the Lord also exists as he is in the Vaikunthas. And he also exists as a super soul within the material universes. അപ്പോൾ 3 സൂപ്പർ സോളാണ് അല്ലേ? ഏതൊക്കെയാണ് 3 സൂപ്പർ സോള്? ആരൊക്കെയാണ്? 3 വിഷ്ണു രൂപങ്ങളാണ് പ്രഭുജി. 3 യെസ്. കാരണോസായ വിഷ്ണു, ഗർഭോസായ വിഷ്ണു, ക്ഷീരോദയസായ വിഷ്ണു. യെസ്. കാരണോസായ വിഷ്ണു ആരുടെ സൂപ്പർ സോൾ ആണ്? മഹാവിഷ്ണുവിന്റെ. ആണ് മഹാവിഷ്ണു. അത് വേറെ പേര്, സെയിം പേര്. നാരായണൻ. അത് പേര് ഞാൻ ചോദിച്ചത്. അത് 3 സൂപ്പർ സോൾ, 3 പരമാത്മാവ്. ദേവദാസ്. അല്ലല്ല, പറഞ്ഞ ചോദ്യം മനസ്സിലായില്ല. അതായത് 3 പേരും സൂപ്പർ സോളാണ്. കാരണ ഉദകസായി വിഷ്ണു ആരുടെ സൂപ്പർ സോളാണ്? അല്ലെങ്കിൽ സംഘർഷണൻ. അല്ലല്ല, ചോദിച്ച ചോദ്യം മനസ്സിലായില്ല. അതായത് കാരണോസായി വിഷ്ണു എന്നാണ് എല്ലാ യൂണിവേഴ്സസും വരുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും സൂപ്പർ സോളാണ് ആര്? എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും കാരണോസായ വിഷ്ണു. അതേപോലെ ഗർഭോസായ വിഷ്ണു ആരുടെ സൂപ്പർ സോൾ? ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും ക്ഷീരോസായ വിഷ്ണു ഓരോ അണുക്കളിലും ഓരോ ആറ്റമിലും ഓരോ ലിവിങ്ങിലും എല്ലാവറ്റിലും പരമാത്മാവിന്റെ രൂപത്തിൽ ക്ഷീരോസായ വിഷ്ണു ഉണ്ട് അല്ലെ. അപ്പൊ 3 പേരും പരമാത്മാക്കളുടെ അതെ ഒന്ന് എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും അപ്പൊ മഹാവിഷ്ണു എല്ലാ ബ്രഹ്മാണ്ടത്തിലെയും സൂപ്പർ സോളാണ്. ഗർഭോസായ വിഷ്ണു ഒന്നല്ല, ഒരുപാടുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ ഗർഭോസായ വിഷ്ണു ഉണ്ട് അല്ലെ. അതേപോലെ ഓരോ അണുക്കളിലും ഓരോ ആറ്റമിലും ക്ഷീരോസായ വിഷ്ണു പരമാത്മാവായിട്ടുണ്ട് ഈ ഭൗതിക ലോകത്തില്. ക്ലിയർ ആയോ? So during the creation, the Lord also exists as he is in Vaikunta, and he also exists as a super soul within the material universes. This is confirmed in the Brahma Samhita, Goloka eva nivasati Akhilatmasam. Although he is perfectly and eternally present in Goloka Vrindavana in Vaikunta, he is nevertheless all-pervading Akhilatma Bhuta. അദ്ദേഹം എറ്റേണലി വൈകുണ്ഠത്തിലുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അഖിലാത്മഭൂത എന്ന് പറയും. The all-pervading feature of the Lord is called the super soul. Okay? എല്ലാ ആറ്റമിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. എല്ലാ ആറ്റമിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട് പരമാത്മാവിന്റെ രൂപത്തിൽ. ഓക്കെ, ആ പരമാത്മാവാണ് ക്ഷീര ഉദകസായി വിഷ്ണു.
So in the Bhagavad Gita it said, Aham Krishnasya Jagata Prabhava. The cosmic manifestation is a display of the energy of the Supreme Lord. The material elements, earth, water, fire, air, ether, mind, intelligence, and false ego, display the inferior energy of the Lord. And the living entities are his superior energy. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇതെല്ലാം മെറ്റീരിയൽ എലിമെന്റ്സ് ആണ്. ഭിന്നപ്രകൃതി അല്ലേ? ഭൂമിരാപ്പോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്നപ്രകൃതി അഷ്ടത. എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, ഇതെല്ലാം പഞ്ചഭൂതങ്ങൾ. മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ്യൂ എന്താണത്? സട്ടിൽ എലിമെന്റ്സ് അല്ലെ? ഗ്രോസ് എലിമെന്റ്സ്, സട്ടിൽ എലിമെന്റ്സ്, സ്ഥൂലം ആൻഡ് സൂക്ഷ്മം. ഇതെല്ലാം ഭിന്നപ്രകൃതിയാണ്. ഇതെല്ലാം എന്താണ്? മെറ്റീരിയൽ ആണ്. പിന്നെ എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ളത്? ദ ലിവിങ് എനിറ്റീസ്, ജീവാത്മ. അപ്പോ ഈ പഞ്ചഭൂതങ്ങളും കൊണ്ടും അതേപോലെ സ്ഥൂലം സൂക്ഷ്മമായിട്ടുള്ള എലിമെന്റ്സ് ഡെഡ് മാറ്റർ ആണ്. അതിൽ ജീവാത്മാവ് പ്രവേശിക്കുമ്പോഴാണ് അതിന് കോൺഷ്യസ്നെസ് വരുന്നത്. ഇല്ലെങ്കിൽ അത് ഡെഡ് മാറ്റർ, ജഡമാണ്. അപ്പൊ ഈ 8 ജഡമാണ്. ചില ആൾക്കാർ പറയും എന്താണ്, അതായത് ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്, അത് ജഡമാണ്. പക്ഷെ മൈൻഡ് ആണ് കോൺഷ്യസ്നെസ് പറയും. മൈൻഡ് മാറ്റർ ആണ്, പക്ഷെ അത് സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്, സട്ടിലാണ്. പല ആൾക്കാർക്കും അതറിയില്ല. ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ മൈൻഡ് ഈസ് നോട്ട് സ്പിരിറ്റ്, മൈൻഡ് ഈസ് മാറ്റർ. എന്താണ് സ്പിരിറ്റ്? ജീവാത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതെല്ലാം ഇൻഫീരിയർ എനർജിയാണ്. അപ്പൊ നമ്മള് സുപ്പീരിയർ എനർജിയാണ്. നമ്മളെന്ന് പറയുമ്പോൾ ആത്മാവിനെ റിഫർ ചെയ്യുന്നത്, ഈ ശരീരത്തിനല്ല. നമ്മള് സുപ്പീരിയർ. അപ്പൊ നമ്മുടെ ഏത് എനർജിയുടെ കീഴിൽ വരും? മെറ്റീരിയൽ എനർജിയുടെ കീഴിൽ വരുമോ അതോ സ്പിരിച്വൽ എനർജിയുടെ കീഴിൽ വരുമോ? സ്പിരിച്വൽ. കാരണം നമ്മളുടെ ആത്മാവ് സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ഭഗവാന്റെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ അന്തരാംഗ ശക്തി, ഇന്റേണൽ എനർജിയുടെ കീഴിലാണ്. ബാക്കി പ്രകൃതി വരുന്നത് എക്സ്റ്റേണൽ എനർജി. ഈ പ്രകൃതിയിലെ ഈ മെറ്റീരിയൽ നേച്ചറിലെ 24 എലിമെന്റ് പെടുന്നതാണ് അതൊക്കെ. എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, മൈൻഡ്, ഇന്റലിജൻസ്, ഫാൾസ് ഈഗോ, ഇതെല്ലാം മാറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലിവിംഗ് എനിറ്റീസ് ആർ സുപ്പീരിയർ, ഹിസ് സുപ്പീരിയർ എനർജി. സിൻസ് ദ എനർജി ഓഫ് ദ ലോർഡ് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം ഹിം, in fact everything that exists in Krishna in his impersonal feature, sunshine, sunlight and heat are not different from the sun, and yet simultaneously they are distinct energies of the sun. അപ്പോൾ ഇവിടെ പ്രഭാത പറയുന്നത്, അതായത് എനർജി ഓഫ് ദ സൺ ലൈക്ക് സൺഷൈൻ, സൺലൈറ്റ്, ഹീറ്റ്, ഇത് സൂര്യഭഗവാൻ വിഭിന്നമല്ല, അതേ സമയത്ത് അത് ഭിന്നവുമാണ്. They are distinct energies of the sun. അപ്പൊ നമ്മളുടെ സിദ്ധാന്തം, നമ്മളുടെ ഇത് പറയുന്ന പോലെ നമ്മുടെ അചിന്ത്യ ഭേദ അഭേദം, ഭേദമാണ് അഭേദമാണ് അല്ലെ? ഭേദമാണ് എന്താണ് ഭേദം? എന്താണ് അഭേദം? യെസ്, നമ്മളുടെയും ഭഗവാന്റെയും ക്വാളിറ്റി സച്ചിദാനന്ദമാണ്. ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഭേദ അതന്നെ, അതേപോലെ ഇവിടെ പറയുന്നത്, അതന്നെ ഇവിടെയും പറയുന്നത്, സൺഷൈൻ, സൺലൈറ്റ് ആൻഡ് ഹീറ്റ് ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം ദ സൺ ആൻഡ് യെറ്റ് simultaneously they are distinct energies of the sun. Similarly, the cosmic manifestation and the living entities are entities of the Lord, and they are considered to be simultaneously one with and different from him. Simultaneously one and different also. The Lord therefore says, I am everything, because everything is his energy and is therefore non-different from him. എല്ലാം ഭഗവാൻ, അതായത് ഭഗവാന്റെ അല്ലാത്തത് ആയിട്ടൊന്നുമില്ല. ഭഗവാനോട് ബന്ധപ്പെട്ട അല്ലാത്തത് ഒന്നും ഈ സൃഷ്ടിയിലില്ല. എന്താണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയില്? മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇദം പ്രോതം സൂത്രേ മണീഗണായ.
മത്ത പരതരം ഞാനിൽ, ഞാനല്ലാതെ ഇവിടെ ഒന്നല്ലെങ്കിൽ ഞാൻ ഡയറക്ട്ലി, അല്ലെങ്കിൽ എൻ്റെ എനർജീസ് അല്ലെ, എല്ലാം ഇവിടെ കാണുന്നതെല്ലാം, കാണുന്നതും കാണിച്ച് കാണാത്തത് പലതും ഉണ്ട്. നമ്മളുടെ ദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത പലതും ഉണ്ട് ഇവിടെ. അപ്പൊ കാണുന്നതും കാണാത്തതും അതെല്ലാം ഭഗവാന്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി മാനിഫെസ്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഭഗവാൻ ഡയറക്ട്ലി അല്ലെങ്കിൽ ഭഗവാന്റെ എനർജീസ് ത്രൂ ഇവിടെ പ്രത്യക്ഷമാകുന്നത്. അപ്പൊ ഞാനല്ലാണ്ട് വേറെ സത്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അതന്നെ ഇവിടെ പറയുന്നത്, ഐ എം എവറിതിങ്. അപ്പൊ അതന്നെയാണ് ഇതും പറയുന്നത്, സർവം ഖൽവിദം ബ്രഹ്മൻ, എല്ലാം ബ്രഹ്മൻ അല്ലെ. എല്ലാം ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ അതിന്റെ യൂസേജ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഭഗവാന്റെ ശക്തി എല്ലാം ബ്രഹ്മനാണ്, സർവം ഖൽവിദം ബ്രഹ്മൻ, ഭഗവാൻ അല്ലാണ്ട് ഒന്നുമില്ല. അത് ഇൻ ഡിഫറെന്റ് ഫോംസ്, ബിക്കോസ് എവറിഥിങ് ഈസ് ഹിസ് എനർജി ആൻഡ് ഈസ് ദെർഫോർ നോൺ ഡിഫറെന്റ് ഫ്രം ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാനിനും ഭിന്നമായിട്ട് അത് കാണാൻ പാടില്ല. യോ വസിഷ്ഠ്യേത സൗമ്യഹം indicates that the Lord is the balance that exists after the dissolution of the creation. The spiritual manifestation never vanishes. വീണ്ടും അവിടെ വീണ്ടും പറയണ പ്രഭാത, അതായത് വൈകുണ്ഠ ലോകങ്ങൾ, ആധ്യാത്മിക ലോകങ്ങള് ഒരിക്കലും അത് നശിക്കുന്നില്ല. കാരണം അത് ശാശ്വതമായിട്ടാണ്. അതിന് ബിഗിനിങ് ഇല്ല, എൻഡിങ് ഇല്ല. മറ്റേന് എവിടെ ബിഗിനിങ് ഉണ്ടോ, എവിടെ തുടക്കമുണ്ടോ അവിടെ തീർച്ചയായിട്ടും അവസാനം ഉണ്ടായിരിക്കും. ഇത് ബിഗിനിങ് ലെസ് ആണ് ആധ്യാത്മിക ലോകം. ഇറ്റ് ബിലോങ്സ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് ദ സുപ്രീം ലോർഡ് ആൻഡ് എക്സിസ്റ്റ് എറ്റേൺലി. ഇത് ഭഗവാന്റെ അന്തരാംഗ ശക്തിയിൽ പെടുന്നതാണ്. മറ്റ് ഭൗതിക ലോകം ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ പെടുന്നതാണ്. When the external manifestation is withdrawn, the spiritual activities in Goloka and the rest of the Vaikunthas continue unrestricted by material time, which has no existence in the spiritual world. അപ്പോ അതായത് ഈ ഭൗതിക ലോകത്തിലെ ആക്ടിവിറ്റീസ് എല്ലാം നിലച്ചാലും ഗോലോക വൃന്ദാവനത്തിലെ വൈകുണ്ഠത്തിലെ ആക്ടിവിറ്റീസ് ഒരിക്കലും ബാധിക്കുന്നില്ല, അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല. ടൈം ഫാക്ടർ അവിടെ ഇല്ല. ടൈം ഫാക്ടർ ഇവിടുത്തെ മെറ്റീരിയൽ വേൾഡിലുള്ള ഭൗതിക ലോകത്തിലുള്ള ആ ടൈം എലിമെന്റ് അവിടെ ഇല്ല. അവിടെ ഒരു സ്പിരിച്വൽ ടൈം ഫാക്ടർ ഉണ്ട്. ഭഗവാന്റെ ലീലാസ്വാദനത്തിന് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചിലപ്പോൾ സമയമൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അങ്ങനത്തെ ഇതില്ല. ഇവിടെ നമുക്ക് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, അതാണ് ടൈം. ഓക്കെ, കഴിഞ്ഞു, നടക്കുന്നു, ഇനി വരാൻ പോകുന്നു. പക്ഷെ ഈ ടൈം എലിമെന്റ് അവിടെ ബാധകമല്ല, ഇവിടെ സ്പിരിച്വൽ വേൾഡ്. പക്ഷെ ഭഗവാൻ വേണമെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ടൈം എലിമെന്റ് ഭഗവാന്റെ ലീലാസ്വാദനത്തിന് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. സോ വിച്ച് ഹാസ് നോ എക്സിസ്റ്റൻസ് അൺറിസ്ട്രിക്റ്റഡ് ബൈ മെറ്റീരിയൽ ടൈം, വിച്ച് ഹാസ് നോ എക്സിസ്റ്റൻസ് സ്പിരിച്വൽ വേൾഡ്. ഈ മെറ്റീരിയൽ ടൈം ഫാക്ടർ അവിടെ ബാധകമല്ല എന്ന് പറയുന്നത്. Therefore in the Bhagavad Gita it is said, യത് ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമമോ. ആരാണോ ആ ധാമിലേക്ക് വരുന്നത് അവര് തിരിച്ച് ഇങ്ങോട്ട് വരില്ല. യത് ഗത്വാ നിവർത്തന്തെ തദ്ധാമ പരമമോ. The abode from which no one returns to this material world is the supreme abode of the Lord. ഏതാണ്? ഒരിക്കൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല, അത് ഗ്യാരണ്ടിയാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ പർപ്പോർട്ടാണ് പ്രഭാത എഴുതിയിരിക്കുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ലേ? പർപ്പോർട്ടില് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പർപ്പോർട്ട് വായിച്ചില്ലെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ മിസ്സാക്കും. അപ്പൊ അതുകൊണ്ട് പർപ്പോർട്ട് മസ്റ്റാണ്. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, വീണ്ടും വീണ്ടും വായിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം വായിക്കണമെന്നും മനസ്സിലായി വരില്ല, വീണ്ടും വായിക്കണം. അപ്പൊ ഇതിനെ സ്കിപ്പ് ചെയ്താൽ നമ്മൾ മെയിനായിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ മിസ്സാവും. അതുകൊണ്ടാണ് പർപ്പോർട്ട് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ഈവൻ നമ്മൾ പർപ്പോർട്ട് ഒരു പ്രാവശ്യം ഓരോ സെന്റൻസും വായിച്ച് നമ്മൾ അതിനെ മനനം ചെയ്ത് അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടും. ടെക്സ്റ്റ് 54. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ് വിദ്യാദാത്മനോ മായം യഥാഭാസോ യഥാതമാം. ഹൃതേരഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ് വിദ്യാദാത്മനോ മായാം
യഥാഭാസോ യഥാതമാ. ഹരേ കൃഷ്ണ. Hare Krishna. ഹരേ കൃഷ്ണ. Udartam yat pradiyeda na pradiyeda chatmani tadvidyat atmano mayam yada baso yada tama. Hare Krishna. ഹരേ കൃഷ്ണ. ഹൃദേ അർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായം യഥാ ഭാസോ യഥാ തമഃ. ഹരി ഓം തത്സത്. Thank you. What appears to be truth without me is certainly my illusory energy. No, for nothing can exist without me. It is like a reflection of a real light in the shadows. For in the light there are neither shadows nor reflection. എന്താണ് പറയുന്നത്? What appears to be truth, നമുക്കൊരു സത്യമായിട്ട് തോന്നും. Without me is certainly my illusion. അപ്പൊ ഇതെല്ലാം മായ. എന്താണ് മായ? That which is not true, that which is temporary. അപ്പൊ നമ്മൾ എസ്പെഷ്യലി ആ ഇല്യൂഷൻ നമ്മൾ പറയാ, ഒരു രാത്രി നമ്മൾ ലൈറ്റില്ലാത്ത സമയത്ത് ഒരു കയറിനെ കണ്ടാൽ അത് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നത് അല്ലെ. ഒരു കയറിനെ നമ്മൾ പെട്ടെന്ന് കാലുകൊണ്ട് ചവിട്ടിയാൽ അയ്യോ പാമ്പിന് ചവിട്ടി തോന്നും. പക്ഷെ ആക്ച്വലി എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? ലൈറ്റ് ഇല്ല, അവിടെ അന്ധകാരമാണ്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാമ്പായിട്ട് തെറ്റിദ്ധരിക്കും ആ ചെറിയ ഇരുണ്ട വെളിച്ചത്തില്. അപ്പൊ അതാണ് എന്താണോ ഒന്നില്ലാത്ത അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് മായ. ദാറ്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ, ദാറ്റ് വിച്ച് ഇസ് ടെമ്പററി. സോ ഇൻ ദ പ്രീവിയസ് വേഴ്സ് the absolute truth and its nature have been explained. One must also understand the relative truth to actually know the absolute. Okay, absolute truth and relative truth, എന്താണ് അതിന്റെ വ്യത്യാസം? ഇപ്പോ എൻ്റെ അച്ഛൻ, is it absolute truth or relative truth? റിലേറ്റീവ് ട്രൂത്ത്. അറിവോ? കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ലൈഫിൽ മാത്രം എൻ്റെ അച്ഛനാണ്. അടുത്ത ലൈഫില് ആരായിരിക്കും എൻ്റെ അച്ഛൻ? ഞാൻ ഏത് ജന്മം എടുക്കുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പെർട്ടിക്കുലർ ലൈഫിൽ മാത്രം. സോ ഇറ്റ്സ് എ റിലേറ്റീവ് ട്രൂത്ത്. ഈ ഓൺലി ഫോർ ദിസ് ബോഡി. അബ്സല്യൂട്ട് ട്രൂത്ത്, എൻ്റെ എറ്റേണൽ ഫാദർ ആരെന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ അല്ലേ. എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ട്, അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണോ അതോ റിലേറ്റീവ് ട്രൂത്ത് ആണോ? Relative truth. റിലേറ്റീവ് ട്രൂത്ത്. കാരണം അത് ഈ 10 രൂപ ഇന്നുണ്ട്, നാളെ ഉണ്ടാവിരിക്കില്ല. അപ്പൊ അബ്സല്യൂട്ട് പറഞ്ഞാൽ എറ്റേണലി എക്സിസ്റ്റിംഗ് ആയിരിക്കണം. ഓക്കെ, റിലേറ്റീവ് ആ ടൈം പ്ലേസ് സർക്കംസ്റ്റൻസസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് അബ്സല്യൂട്ട് ട്രൂത്തും റിലേറ്റീവ് ട്രൂത്തും തമ്മിലുള്ള വ്യത്യാസം. One must also understand the relative truth, actually know the absolute. So the relative truth, which is called Maya or material nature, is explained here. Maya has no independent existence. One who is less intelligent is captivated by the wonderful activities of Maya. മായ ആ ലോകത്തിൽ പെട്ട് കിടക്കാന്ന് പറയുന്നില്ലേ, മായ ഒരുപാട് നമ്മളെ പ്രലോഭിക്കും. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ നമ്മൾ ആ മായ ലോകത്തിൽ പെട്ട് കിടക്കുന്നതാണ് നമ്മളവരെല്ലാവരും. ഓക്കെ, ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തില് നമ്മളെല്ലാം മായ ആ വലയത്തിൽ പെട്ട് കിടക്കണം. മായയുടെ ആ അതിൽ എന്താണ് പറയാ, മായശക്തി അല്ലെ, നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള മായശക്തി ഓരോന്നിനെ നമ്മളെ ആകർഷിപ്പിക്കും. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ വീക്ക് പോയിന്റ് മായയ്ക്ക് അറിയാം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളില് ഏത് ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ വീക്ക്? ഓരോരുത്തർക്കും ഓരോ ഇന്ദ്രിയങ്ങളായിരിക്കും. അതിന് പ്രലോഭിക്കാനുള്ള ഓരോ കാര്യങ്ങളും മായ കാണിച്ചു തരും. അപ്പൊ അതിന്റെ പ്രലോഭനത്തിന് വഴങ്ങിയിട്ട് നമ്മളിതെല്ലാം നമ്മുടെ സത്യാവസ്ഥ മറന്ന് അതിനെ എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മായ വലയത്തിൽ പെടുന്നു. ഇപ്പോ ഈ സിനിമയുടെ ഇടയിലൊക്കെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ, എന്തിനാണ്? എത്ര പൈസ ചെലവാക്കിയിട്ടാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്? കാരണം പല ആൾക്കാർക്കും പല ടേസ്റ്റ് ആണ്. അപ്പൊ ആ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മളുടെ ആ കോൺഷ്യസ്നെസ്, അതിലെ ആ ഒരു ഇംപ്രഷൻ അല്ലെ, ആ ഒരു ടേസ്റ്റ്, അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാനുള്ള നല്ലൊരു മീഡിയമാണ് അഡ്വർടൈസ്മെന്റ്. വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഓ ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, ദിസ് ഇസ് ഗുഡ് കോസ്മെറ്റിക്സ്, നാളെ എനിക്ക് പോയി വാങ്ങണം. ഇതെല്ലാം എന്താണ്? മായയുടെ കളിയാണ്. അപ്പൊ നമ്മളെ പ്രലോഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള
മാർക്കറ്റിംഗ് ടെക്നിക്സും ഇവിടെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അറിയാം നമ്മളെല്ലാം മായാവലയത്തിലാണ്. അപ്പൊ നമ്മളെ പ്രലോഭിപ്പിക്കാനും നമ്മളെ അതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും മനുഷ്യർക്കുണ്ട്. ഇത് എവിടുന്ന ഈ കഴിവ് കിട്ടുന്നത്? ഭഗവാൻ തന്നെ. But he does not understand that behind these activities is the direction of the Supreme Lord. ഇതെല്ലാം ആരുടെ ഡയറക്ഷനിലെ? ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഇതിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് ഈ വലിയ ഡ്രാമയുടെ. സോ ഇൻ ദ ഭഗവത്ഗീത 9.10 ഇറ്റ് ഈസ് സെഡ്, മയ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. എൻ്റെ അധ്യക്ഷതയിലാണ്, എൻ്റെ സൂപ്പർവിഷനിലാണ് ഈ പ്രകൃതിയിലെ ചരാചരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷപ്പെടുന്നതും സമയാസമയത്ത് ഫ്രീക്വന്റ് ഇന്റർവെല്ലിന് എല്ലാം എൻ്റെ അധ്യക്ഷതയിലാണെന്ന് ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ആ പ്രകൃതിയുടെ നാഥനായിട്ടുള്ള, മാസ്റ്ററായിട്ടുള്ള ആ കൃഷ്ണ ഭഗവാൻ മായയുടെ അധീനത്തിൽ വരുന്നത്? ചില ആൾക്കാർ പറയും കൃഷ്ണ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മായ. കൃഷ്ണ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മായ. അതായത് മായാദേവിയുടെ അണ്ടറിലാണ് കൃഷ്ണൻ. മായയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ആ മായാദേവിയാണ് ഭഗവാന്റെ ഒരു രൂപം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ രൂപമില്ലാത്ത, ആകാരമില്ലാത്ത, നിരാകാര. ഓഡിയോ ഡിസ്റ്റർബ്ഡ് ആയി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശരിയാണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ല. ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ. ഓക്കെ, വെൽ ഗോ ഹെഡ്. അപ്പൊ ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിലെ മയ അധ്യക്ഷന പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതി. അതായത് പ്രകൃതി എന്റെ അധ്യക്ഷതയിലാണ്, അല്ലാതെ ഭഗവാൻ മായയുടെ കീഴിലല്ല എന്ന് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു. മെറ്റീരിയൽ നേച്ചർ is working and producing moving and non-moving, characharam, right? Moving and non-moving beings only by the supervision of Krishna. ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് ഇതെല്ലാം നടക്കുന്നത്. The real nature of Maya, the illusory existence of the material manifestation, is clearly explained in Srimad Bhagavatam. The absolute truth is substance, and the relative truth depends upon its relationship with absolute for its existence. അപ്പോൾ absolute truth ആണ് ശരിക്കുള്ള സത്ത്. മറ്റത് റിലേറ്റീവ് ട്രൂത്ത് ഭഗവാന്റെ ബന്ധത്തിനനുസരിച്ച്, ഭഗവാനെ പറ്റി ഭഗവാന്റെ ആ ബന്ധമുണ്ടെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ആയി നടക്കിയാൽ അതിന് എക്സിസ്റ്റൻസ്. അപ്പോ എല്ലാം ഭഗവാന് റിലേറ്റഡ് ആയിരിക്കണം. Maya means energy. Therefore, the relative truth is explained to be the energy of the absolute truth. Since it is difficult to understand the distinction between the absolute and relative truth, an analogy can be given for clarification. And that analogy, the absolute truth can be compared to the sun, which is appreciated in terms of two relative truths, reflection and darkness. The absolute truth എന്താണ്? sun. സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം? രണ്ട് റിലേറ്റീവ് ടു, ഒന്ന് റിഫ്ലക്ഷനും അതിന്റെ ഷാഡോ, ആൻഡ് ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് സൺഷൈൻ. വെളിച്ചമില്ലെങ്കിൽ അതിന്റെ വെളിച്ചമില്ലാത്ത അതാണ് ഡാർക്ക്നെസ് പറയുന്നത്. ആബ്സെൻസ് ഓഫ് സൺഷൈൻ, വെളിച്ചമില്ലെങ്കിൽ അത് darkness ആയി. And reflection is a projection of sunlight into darkness. Neither darkness nor reflection as an independent existence. Darkness ആയാലും ശരി, റിഫ്ലക്ഷൻ ആയാലും ശരി, ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചമില്ലാത്ത ആ അവസ്ഥ. അപ്പൊ അതിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. റിഫ്ലക്ഷനും ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല.
അത് ഭഗവാനായിട്ട് റിലേറ്റ് ആണ്, അതാണ് പറഞ്ഞു വരുന്നത്. ഡാർക്ക്നെസ് കംസ് വെൻ ദ സൺഷൈൻ ഈസ് ബ്ലോക്ക്. സൂര്യ വെളിച്ചം എങ്ങനെയും ബ്ലോക്ക് ചെയ്താൽ അപ്പൊ അവിടെ അന്ധകാരമായി. എവിടെ വെളിച്ചമുണ്ടോ അവിടെ ഇരുട്ടില്ല. എവിടെ അതായത് ഈശ്വരനുണ്ടോ കൃഷ്ണനുണ്ടോ അവിടെ മായയില്ല. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ മായയില്ല. എവിടെ അറിവുണ്ടോ അവിടെ അറിവില്ലായ്മയില്ല. സോ ഇറ്റ് ഈസ് ദാറ്റ് ഫോർ റിലേറ്റീവ് ടു ദ സൺ. അപ്പൊ ഇത് റിഫ്ലക്ഷനും അതേപോലെ ഡാർക്ക്നെസ്സും റിലേറ്റീവ് ടു ദ സൺ ആണ്. സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ അതായത് റിഫ്ലക്ഷനും ഡാർക്ക്നെസ്. ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നു. സോ ദ സ്പിരിച്വൽ വേൾഡ് ഈസ് കമ്പയർഡ് ടു ദ റിയൽ സൺഷൈൻ and the material world is compared to the dark regions where the sun is not visible. അപ്പൊ സ്പിരിച്വൽ വേൾഡ് ആധ്യാത്മിക ലോകം അതിനെ എന്തിനാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? സൺഷൈൻ. മെറ്റീരിയൽ വേൾഡ് the other side of that dark regions where the sun is not visible. So when the material manifestation appears very wonderful, this is to be a perverted reflection of the supreme sunshine, the absolute truth as confirmed in the Vedanta Sutra. Whatever one can see here has its substance in the absolute. As darkness is situated far away from the sun, so the material world is also far away from the spiritual world. The Vedic literature directs us not to be captivated by the dark regions, tama, but to try to reach the sunshine, shining regions of the absolute, yogi dhama. Vedic literature എന്താ പറയുന്നത്? അന്ധകാരത്തിന് എവിടേക്ക് പോകാനാ പറയുന്നത്? വെളിച്ചത്തിലേക്ക് അല്ലെ. അതായത് മെറ്റീരിയൽ വേൾഡിൽ നിന്ന് നമ്മൾ സ്പിരിച്വൽ വേൾഡിലേക്ക് പോകണം. മെറ്റീരിയൽ വേൾഡ് ഇഗ്നോറൻസ്, മെറ്റീരിയൽ വേൾഡ് എന്താണ്? മായ അല്ലെ. അതുകൊണ്ട് നമ്മൾ എവിടേക്ക് പോകണം? അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണം. അവിടെയാണ് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് വെളിച്ചം കിട്ടും. മറ്റേ സൈഡിലെ ഡാർക്ക് റീജിയൻ ആണ് തമം. തമ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ഓർ ഡാർക്ക്നെസ്. So, but to try to reach the shining regions of the soul, എപ്പോഴും വെളിച്ചത്തിലാണ് ആധ്യാത്മിക ലോകം, യോഗിധാം. The spiritual world is brightly illuminated, but the material world is wrapped in darkness. In the material world, sunshine, moonshine, what different kinds of artificial light are required to dispel darkness, especially at night, for by nature, the material world is dark. അപ്പൊ ഇവിടെ പറയുന്നല്ലോ, അതായത് മൂൺലൈറ്റ്, സൺലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതില്ലെങ്കിൽ നമുക്ക് വെളിച്ചുണ്ടാവില്ല. പക്ഷെ ആധ്യാത്മിക ലോകം അങ്ങനെയല്ല അല്ലേ. തദ് ഭാഷയത്തെ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാന നിവർത്തനത്തെ തദ്ധാമാമന്നു. അപ്പൊ എൻ്റെ ആ എബോർഡില്, എൻ്റെ ആധ്യാത്മിക ലോകത്തില് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചമോ അല്ലെങ്കിൽ പാവക ഇലക്ട്രിസിറ്റിയോ ഇല്ല. സെൽഫ് ലൂമിനസ്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ മെറ്റീരിയൽ വേൾഡ് അതില്ലെങ്കിൽ നമുക്ക് ഒന്നും കാണില്ല. അപ്പൊ അതിന്റെ അത്യാവശ്യമാണ് സൺലൈറ്റ്, മൂൺലൈറ്റ് ഓർ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ അത് ഡാർക്ക് ആയിരിക്കും. Therefore the Supreme Lord has arranged for sunshine and moonshine, but in his abode as described in the Bhagavad Gita 15.6, there is no necessity for lighting by sunshine, moonshine or electricity, because everything is self-effulgent. That which is relative, temporary and far away from the absolute truth is called Maya or ignorance. This illusion is exhibited in two ways as explained in the Bhagavad Gita. The inferior illusion is inert matter and the superior illusion is the entity. അതിനും രണ്ട് കാറ്റഗറി ഉണ്ട് ഇല്യൂഷനിൽ. ഒന്ന് ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ. എന്താണ് ഇൻഫീരിയർ? ഇനേർട്ട് മാറ്റർ, ജഡവസ്തുക്കൾ. ജഡവസ്തു പറഞ്ഞാൽ നമ്മുടെ ശരീരമെല്ലാം ജഡവസ്തുക്കളെ കൊണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ 8 സെപ്പറേറ്റഡ് എനർജി, ഭൂപിനാഭോ അനലോ വായു കം മനോ ബുദ്ധി ഉള്ള അല്ലെ, ഈ കം മനോ ബുദ്ധി അഹങ്കാരം, ഇതെല്ലാം എന്താണ്? ഇൻഫീരിയർ ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഇനേർട്ട് മാറ്റർ. സുപ്പീരിയർ ആണ് ആ ഇല്യൂഷൻ. എന്തുകൊണ്ടാണ് ആ ലിവിങ് എനർജി സുപ്പീരിയർ ആയിട്ടും അതിനെ ഇല്യൂഷൻ എന്ന് പറയുന്നത്? സുപ്പീരിയർ എനർജിയാണത് അല്ലേ.
സച്ചിദാനന്ദമാണ്. പക്ഷെ അതിനെയും ഇല്യൂഷൻ എന്ന് പറയുന്നു, ലിവിങ് എൻറ്റിറ്റി. കാരണം എന്താണ്? മായ ബാധിച്ചിട്ടാണോ? അതെ, അതിനെ ഒന്നും കൂടി കുറച്ചും കൂടി പ്രിസൈസ്ലി പറയാ. മായ തടസ്സ സ്വാധീനിച്ചു. ശക്തിയല്ലേ പ്രഭു? എന്താ പ്രഭുജി? തടസ്സ ശക്തി. തടാസ്ത ശക്തി. ഓക്കെ, അതായത് നമ്മുടെ ജീവാത്മാവ് സച്ചിദാനന്ദമാണെങ്കിൽ കൂടി ഞാൻ ഈ ശരീരമാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഞാൻ കൺട്രോളറാണ്, ഞാൻ മാസ്റ്ററാണ്, ഞാൻ പ്രൊപ്പറേറ്ററാണ്, ഞാൻ എൻജോയറാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമുക്ക് ഈ ശരീരം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ സച്ചിദാനന്ദമായിട്ടുള്ള നമ്മളുടെ ഈ ജീവാത്മാവ്, ഓക്കെ, ആ സ്പിരിച്വൽ എനർജിയാണ് കൂടെ അതിനെ ആവരണം ചെയ്യുന്നത് ഈ മെറ്റീരിയൽ എനർജി ആയിട്ടുള്ള ശരീരമാണ്, സ്ഥൂലം സൂക്ഷ്മ ശരീരം. അതുകൊണ്ട് ആത്മാവ് തെറ്റിദ്ധരിക്കുന്നു, ഞാൻ എൻജോയറാണ്, ഞാൻ മാസ്റ്ററാണ്. ഭഗവാനിൽ നിന്നും ഭിന്നിച്ചിട്ട് അങ്ങനെ എൻജോയർഷിപ്പ് അനുഭവിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ശരീരം പ്രദാനം ചെയ്യാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇല്യൂഷറി എനർജിയുടെ കീഴിലാവുന്നു. അപ്പോൾ ഞാൻ എൻജോയർ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആക്ച്വലി ഞാൻ എൻജോയർ അല്ല, ഐ ആം ദ എൻജോയ്ഡ്, ഐ ആം ബീങ് എൻജോയ്ഡ് ബൈ ദ സുപ്രീം ലോർഡ്. Okay, I am not the master, Supreme Lord is the master. I am not the proprietor, Supreme Lord is the proprietor. ഇതിന്ന് വ്യതിചലിച്ച് എല്ലാം ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഇവിടുത്തെ മാസ്റ്റർ, ഞാനാണ് ഇവിടുത്തെ കൺട്രോളർ, ഞാനാണ് ഇവിടുത്തെ എൻജോയർ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആ ജീവാത്മാവ് വരുമ്പോഴാണ് ഇല്യൂഷൻ. പക്ഷെ സുപ്പീരിയർ ഇല്യൂഷൻ ആണ് എന്ന് പറയുന്നത്. So the living entities are called illusory in this context only because they are implicated in the illusory structures and activities of the material world. Actually, the living entities are not illusory, for they are parts of the superior energy of the Supreme Lord and do not have to be covered by Maya if they do not want to be so. അപ്പൊ നമ്മളുടെ കോട്ടിലാണ് പന്ത്. നമ്മൾ മായാലോകത്തിന്റെ അധീനത്തിൽ വരണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നടക്കാം, അല്ല മായയുടെ കീഴിൽ വരണമെങ്കിൽ നമുക്ക് പോകും. അപ്പൊ ഓപ്ഷൻ നമുക്കാണ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കണോ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണോ എന്നുള്ള ഓപ്ഷൻ, അതിന്റെ ചോയ്സ് നമുക്കാണ്. എത്രത്തോളം കാലം എനിക്ക് ഇവിടെ ഇന്ദ്രിയ തൃപ്തി ആസ്വദിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാം. ഇന്ദ്രിയ തൃപ്തിക്കാണ് നമ്മൾ ആഗ്രഹിച്ചാൽ സോ ബി ഇറ്റ്, തഥാസ്തു. ഇവിടെ മെറ്റീരിയൽ വേൾഡ് അനന്തകാലം നിങ്ങളെ ശരീരം മാറി വേറെ ശരീരം എടുത്ത് പുനരപി ജനനം പുനരപി മരണം അതിൽ കൂടെ കടന്നു പോവാം. അല്ല, ഇനഫ് ഈസ് ഇനഫ്, എനിക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഈ ശരീരം വേണ്ട, എനിക്ക് പ്രൊപ്പറേറ്റർ ആവണ്ട, എനിക്ക് എൻജോയർ ആവണ്ട, എനിക്ക് യാതൊരു ഓണർഷിപ്പും വേണ്ട, ഞാൻ ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന കെ ജീവര സ്വരൂപോ ഹേ കൃഷ്ണര നിത്യദാസ എന്നുള്ള ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്ന് തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള യോഗ്യത നമ്മൾ കൈവരിച്ചാൽ നമുക്ക് ഈ മായാലോകത്ത് നിന്ന് തരണം ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് ഓപ്ഷൻ നടത്തുന്നുണ്ട്. വെദർ ടു റിമെയിൻ ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ഓർ ടു ഗെറ്റ് പ്രൊമോട്ടഡ് ടു ദ സ്പിരിച്വൽ വേൾഡ്. ഇറ്റ്സ് ഇൻ അവർ ഹാൻഡ്സ്, നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾക്ക് വളരെ ദുർലഭമായി കിട്ടിയിട്ടുള്ള ഈ മനുഷ്യജന്മം അതിനു വേണ്ടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് എറ്റേണൽ ബീയിങ് ആയിട്ട് ഭഗവാന്റെ സേവകനായിട്ട് പോകാൻ പറ്റും. അല്ല, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ഭഗവാനെ പോലെ പ്രൊപ്പറേറ്റർ ആവണം, കൺട്രോളർ ആവണം, മാസ്റ്റർ ആവണം, എൻജോയർ ആവണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ അതും ഭഗവാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ഭൗതിക ലോകം നമുക്ക്. ഭൗതിക ലോകം ഉണ്ടാക്കാനുള്ള കാരണം ഭഗവാന്റെ ഇച്ഛയല്ല, നമ്മളുടെ ആഗ്രഹമാണ്. അപ്പൊ നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ ഇതിൽ യാതൊരു താല്പര്യമില്ല. നമുക്ക് ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഈ ഭൗതിക ലോകം. കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടി വീട്ടില് ഒരുപാട് മുഷിഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയും പുറത്ത് പോയിട്ട് കളിച്ചു വരാൻ വേണ്ടി പറയില്ലേ, ഇവിടെ വീട് അലങ്കോലമാക്കണ്ട, നിങ്ങൾ അവിടെ മൈതാനം ഉണ്ട് അവിടെ പോയിട്ട് കളിച്ചു വരും പറയും. അതേപോലെ ഭഗവാനും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കളിച്ച് എപ്പോഴാണോ മതിയാവുന്ന വെച്ചാൽ അപ്പൊ തിരിച്ച് ഭഗവത് ധാമിലേക്ക് വരണം. അതിനുള്ള വ്യവസ്ഥയും നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനാണ് ഭഗവത്ഗീതയും ഭാഗവതം തന്നുള്ള ഗ്രന്ഥങ്ങളും ഗുരു സാധു ശാസ്ത്രം നമുക്ക്
പ്രദാനം ചെയ്തിരിക്കുന്നത്. So the actions of the living entities in the spiritual kingdom are not illusory. They are the actual eternal activities of the liberated souls. Okay? അപ്പൊ അവിടുത്തെ അത് ഇല്യൂഷറി അല്ല, ഇവിടെ ആധ്യാത്മിക ലോകത്തിലെ അത് ആക്ച്വൽ ആണ്, അത് റിയൽ ആണ്, അത് എറ്റേണൽ ആണ്, അത് മുക്താത്മാക്കളുടെ ആക്ടിവിറ്റീസ് ആണ്. അതാണ് നമ്മുടെ ഇവിടെ ഇല്യൂഷറി ആണ്, ടെമ്പററി ആണ്, അത് ആക്ച്വൽ അല്ല, അത് ബദ്ധാത്മാക്കളുടെ ആക്ടിവിറ്റീസ് ആണ്. ഇതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ, ഹരി ഓം തത്സത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്ത കോടി വൈഷ്ണവി की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताय गो പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. 55 മുതൽക്ക് അല്ലേ? ഹരേ കൃഷ്ണ.